ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കേരളം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ ആദ്യം സമ്മതിക്കേണ്ടത് എനിക്ക് ഇന്ന കാര്യങ്ങളിൽ വിവരമില്ല എന്നുള്ളത്. ശോഭ ചേച്ചി പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യം. 100% യോജിക്കുന്നുണ്ട് ഈ പറഞ്ഞ കാര്യത്തിനോട്. അതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ എന്താ പറയുക സ്റ്റേറ്റ് പ്രസിഡന്റ് ഉണ്ടല്ലോ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ജിയോട് കാര്യങ്ങൾ വളരെ സാവകാശം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഇപ്പോഴല്ല, നമ്മുടെ നിയമസഭാ ഇലക്ഷനൊക്കെ കഴിഞ്ഞ ശേഷം സമയമുണ്ടല്ലോ, അപ്പോൾ സൗകര്യമായിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി. അത് പറയാനുള്ള കാരണം നമ്മുടെ ജി ഒരു ബിസിനസ് പേഴ്സൺ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്നൊരു മണി ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയുടെ സ്ഥാപകനാണ് നമ്മുടെ ജി. പിന്നെ എന്താ പറയാ, പഴയ BPL, പിന്നെ ഏഷ്യനെറ്റ്, പുതിയൊരു ബിസിനസ് മാഗ്നറ്റിക് ടൈക്കോൺ തന്നെയാണ്. ഇതൊക്കെ എന്ത് ചുരുക്കത്തിൽ പറഞ്ഞാല് നമ്മുടെ ഇന്ത്യയുടെ തണലിൽ രാഷ്ട്രീയ മുന്നിൽ നിർത്തിക്കൊണ്ട് വളരാൻ നോക്കുന്ന ഒരു ബിസിനസ് മാഗ്നറ്റിക് പേഴ്സൺ, അതാണ് നമ്മുടെ ജി. അതായത് നമ്മുടെ എന്താ പറയാ, ഈ അംബാനിയൊക്കെ പോലെ ആവാൻ നോക്കുന്ന ഒരാള്. ഈ അംബാനിയെ കൊണ്ട് ഇപ്പൊ സാധാരണ ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? നോ, ഇല്ല. ഒരു പൊളിറ്റീഷ്യൻ എന്ന് പറയുമ്പോൾ എന്താ പറയാ, വായിച്ചും പഠിച്ചും പ്രവർത്തിച്ചും പോരാടിയും എക്സ്പീരിയൻസിലൂടെ മാത്രമേ പല കാര്യങ്ങളും സേവനത്തിലൂടെ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇയാളെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ വലിയൊരു ബിഗ് ബോസ് എന്ന പരിപാടി ഉണ്ടല്ലോ, അതായത് ബിഗ് ബോസ് എന്ന ഷോയിൽ അച്ചടക്കം ലംഘിച്ചതിനെ തുടർന്ന് ഔട്ടായ ഒരു വ്യക്തിയാണ് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അല്ല പോരാടാനാവുന്നത്. ഏതായാലും സ്വന്തം പാർട്ടി പ്രവർത്തകരെ കുറിച്ച് തുറന്നു പറഞ്ഞതിൽ ശോഭ ചേച്ചിക്ക് ഇരിക്കേണ്ട ഒരു പൂരം.